ക്യാൻവ ഉപയോഗിച്ചിട്ട് കുറേ ആളുകൾ ഡിസൈൻ ചെയ്യാറുണ്ട്. പക്ഷേ കുറേ ആളുകൾക്ക് ക്യാൻവ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം, മോഷൻസ് വീഡിയോ നിർമ്മിക്കാം എന്നറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം, മോഷൻ പിക്ചേഴ്സ് നിർമ്മിക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ക്യാൻവയെ കുറിച്ച് പറയുന്ന രണ്ടാമത്തെ സീരീസ് ആണ്. തൊട്ട് മുമ്പ് നമ്മൾ എങ്ങനെ ക്യാൻവ ഉപയോഗിച്ചിട്ട് ഇമേജുകൾ നിർമ്മിക്കാം, ഡിസൈനുകൾ നിർമ്മിക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ള ആളുകൾക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്താൽ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഈ വീഡിയോസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾക്ക് വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ മോഷൻ പിക്ചേഴ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത സൈസുകൾ ഉണ്ടാവും. അതായത് നമ്മൾ യൂട്യൂബിൻ്റെ ഫുൾ വീഡിയോ സൈസ് ആണെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു സൈസ് ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അല്ല നമ്മൾ റീല് വീഡിയോസ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് വീഡിയോ അങ്ങനത്തേനാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഡയമെൻഷൻ ഈ ഒരു സൈസാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ രണ്ട് രീതിയിലുള്ള കോണ്ടെക്സ്റ്റ് നമുക്ക് പലപ്പോഴും ആവശ്യമായിട്ട് വരും. ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ, രണ്ടാമത് മോഷൻ വീഡിയോസ്, അതായത് ആനിമേറ്റഡ് ടൈപ്പ് ആയിട്ടുള്ള വീഡിയോസ് നിർമ്മിക്കാൻ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് കുറേ ആളുകൾക്ക് ഉപയോഗപ്പെടുന്നതാണ് മോഷൻസ് പിക്ചേഴ്സ്, മോഷൻ വീഡിയോസ്. അതായത് നമ്മൾ ബിസിനസ്സുകാരാവട്ടെ, ചെറിയ സംരംഭകരാവട്ടെ, അവർക്കൊക്കെ അവരുടെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ പുതിയ ഓഫർ, ഫെസ്റ്റിവൽ ഓഫേഴ്സ് ഇതൊക്കെ അറിയിക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ പോസ്റ്റേഴ്സ് നിർമ്മിക്കുന്നതിനേക്കാൾ ഒന്നുകൂടി എഫക്റ്റീവ് ആയിരിക്കും വീഡിയോസ് അല്ലെങ്കിൽ മോഷൻ പിക്ചേഴ്സ് നിർമ്മിക്കുമ്പോൾ. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ക്യാൻവ. ഇപ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇപ്പോൾ അവരുടെ ഒരു വീക്കെൻഡായിട്ട് മെഗാ സെയിലോ അല്ലെങ്കിൽ ഓഫർ ഉണ്ട്. അപ്പോൾ അതിനെങ്ങനെ ഒരു മോഷൻ പിക്ചേഴ്സ് ഈസി ആയിട്ട് നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ പണി കുറക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ എല്ലാതും ഫ്രം A to Z നിർമ്മിക്കുന്നത് ക്യാൻവയിൽ ഒഴിവാക്കണം. മാക്സിമം നമ്മളെന്താ വെച്ചാൽ അവർ ഓൾറെഡി തരുന്ന ടെംപ്ലേറ്റ്സുകൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ചെറിയ ചെറിയ കറക്ഷൻസ്, ചെറിയ ചെറിയ എഡിറ്റിംഗ് വരുത്തിയാൽ മതി, നമ്മൾക്ക് ഒരുപാട് സമയം ലാഭമാകും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണോ നമ്മുടെ സിറ്റുവേഷൻസ്, അപ്പോൾ അത് ഇവിടെ സെർച്ച് ചെയ്യുക. നമുക്കിവിടെ എന്ത് കോണ്ടെക്സ്റ്റ് ആണോ ഉള്ളത് ആ ഒരു കോണ്ടെക്സ്റ്റ് ഇവിടെ ഡിസൈനിൽ വന്നിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതിൽ ഏതാണോ നമുക്ക് ഏറ്റവും പറ്റിയത് അത് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഇവിടെ ഫെസ്റ്റിവൽസ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. ഇനി നമ്മൾ ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക, സ്പെല്ലിങ് കറക്റ്റ് അല്ല. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഓഫർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഓഫറിന് സെർച്ച് ചെയ്തു. ഇനി നമുക്ക് ഇപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്തു, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് കിട്ടും. ഇനി ഇതിൽ നമുക്ക് ഓരോന്നും ഇതിൻ്റെ ടെക്സ്റ്റുകൾ ഓരോന്നും നമുക്ക് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബിഗ് എന്നാക്കി അത് വെച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിസൈൻ ഓപ്ഷൻസ്, അതായത് അതിൻ്റെ ഫോണ്ട്, സൈസ്, കളറ്, പിന്നെ എലമെൻറ്റ്, പോയിന്റുകൾ, എഫക്ട്സുകൾ ഒക്കെ മുകളിലുണ്ട്. അപ്പോൾ ഈ എഫക്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഗ്ലിച്ച് ടൈപ്പ് വേണോ, എക്കോ ടൈപ്പ് വേണോ, നിയോൺ ടൈപ്പ് വേണോ, ഔട്ട്ലൈൻ ടൈപ്പ് വേണോ, അതൊക്കെ നമുക്കിവിടെ ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമേഷൻസ് വളരെ ക്വിക്കായിട്ട് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ആനിമേറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓരോന്നും നമുക്ക് ആ ബിഗിൻ്റെ ഓരോന്നിൻ്റെയും ആനിമേഷൻസ് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ്, ഇൻറ്റൻസിറ്റി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. പിന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകണോ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണോ, സെൻറ്ററിലേക്ക് പോകണോ, അങ്ങനെ അതിൽ മോഷനിലുള്ള കസ്റ്റമൈസേഷനും വളരെ ഈസി ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓരോ ടെക്സ്റ്റും നമുക്ക് ഇതേപോലെ നമുക്ക് അതിൻ്റെ ആനിമേഷൻസ് മാറ്റാൻ പറ്റും. അപ്പോൾ ക്വിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറേ ആളുകൾക്ക് ആവശ്യം വരിക ഇതിലേക്ക് ലോഗോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനായിരിക്കും. അപ്പോൾ നമ്മളിവിടെ അപ്ലോഡ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ലോഡ് ഫയൽസ് പോയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നോ ഫോണിൽ നിന്നോ നമുക്ക് ലോഗോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ലോഗോ, ഒരു ഗൂഗിളിൻ്റെ ഒരു ലോഗോ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാണ്. എന്നിട്ട് അപ്പോൾ അപ്ലോഡ് ചെയ്ത ശേഷം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഇവിടേക്ക് വരും. ശേഷം അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സൈസ് കുറക്കുക. അപ്പോൾ നമുക്ക് ഈ ലോഗോൻ്റെ സൈസ് ഒന്ന് കുറക്കണം. അപ്പോൾ നമ്മൾ ലോഗോയിൽ ക്ലിക്ക് ചെയ്തു. ശേഷം നമ്മൾ അതിൻ്റെ സൂമിങ് ഒന്ന് കുറച്ചു. ശേഷം ഇതിൻ്റെ ഒരു സൈഡൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ സൈസ് കുറച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ആവശ്യം ഉണ്ടാവുക ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. ചില സമയത്ത് നമുക്കിതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്നുകൂടി കർവ് ടൈപ്പ് ആക്കണം. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് ഇതിൻ്റെ കോർണേഴ്സ് കർവ് ആകുന്നത് കാണാൻ സാധിക്കും.
പിന്നെ നമുക്ക് ഈ ലോഗോയിൽ തന്നെ ചെറിയ രീതിയിലൊക്കെ കളർ ചേഞ്ചസും ഇവിടെ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് വെച്ചിട്ട് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ BG റിമൂവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈസി ആയിട്ട് റിമൂവ് ആകും. പിന്നെ നമുക്ക് നെക്സ്റ്റ് അതിനാവശ്യം നമുക്ക് അതിന് ഒരു ആനിമേഷൻസ് കൊടുക്കണം. അപ്പോൾ ഇത് എടുക്കുക, ശേഷം ആനിമേറ്റ് ഓപ്ഷൻ വന്നിട്ട് നമുക്ക് ഏത് ആനിമേഷൻ ടൈപ്പാണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതൊന്നുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്കിതിൻ്റെ ആനിമേഷൻസ് ഒന്ന് എടുത്ത് നോക്കാം. എത്ര ക്യുക്കായിട്ടാണ് നമുക്കിതിൻ്റെ ആനിമേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്കിതിൻ്റെ സ്പീഡ് കുറക്കാൻ പറ്റും. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആനിമേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് മോഷൻ വീഡിയോസ് നിർമ്മിക്കാൻ ശരിക്കും പറഞ്ഞാൽ ക്യാൻവ നല്ലൊരു ഓപ്ഷൻസ് ആണ്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഉള്ള ബാക്കി എഡിറ്റിംഗ് ഓപ്ഷൻസും നമുക്ക് കാണാൻ സാധിക്കും. അത് ഞാൻ വീഡിയോ, അതായത് റിയലിസ്റ്റിക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള എഡിറ്റിംഗ് ആണ് നെക്സ്റ്റ് കാണിച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ നമ്മൾ മുമ്പ് ചെയ്ത ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്കപ്പോഴും ആവശ്യം ഒന്ന് നമുക്ക് സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ വീഡിയോ ഒന്നുകൂടിയും അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ കളർ ഷെയ്ഡിങ്, കളർ ഫെയ്ഡിങ് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ സബ് ടൈറ്റിൽസ് മറ്റ് എലമെൻറ്റുകൾ ആഡ് ചെയ്യാനാണ്, മ്യൂസിക്കുകൾ ആഡ് ചെയ്യാൻ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്യാൻവയുടെ ഈ വീഡിയോ എഡിറ്റിംഗ് ഓപ്ഷനിലും പറ്റും. ആദ്യം ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇനി സബ് ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്യാപ്ഷൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ മലയാളം അത്രത്തോളം അക്യുറേറ്റ് അല്ല, ഇംഗ്ലീഷ് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് വേണ്ട ആളുകൾക്കൊക്കെ ആ ഒരു ഓപ്ഷൻസ് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പിന്നെ കുറേ ആളുകൾക്ക് ആവശ്യം ഉണ്ടാവുക നമ്മളുടെ ഈ വീഡിയോയുടെ ഓരോ കളർ ഗ്രേഡിങ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതിന് ഈ ഏത് വീഡിയോ ആണോ അത് ചൂസ് ചെയ്യുക, ശേഷം നമ്മൾ എഡിറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ കൊണ്ടുവരിക. അവിടെ ഫിൽറ്റേഴ്സിൽ ഡിഫോൾട്ടായിട്ടുള്ള വ്യത്യസ്ത എലമെൻറ്റുകൾ, ഫീലുകൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, റെഡ് കൂട്ടിയിട്ട് അങ്ങനെ പല രീതിയിലുള്ള മോഷൻസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അത് ഏതാണോ നമുക്ക് ഉചിതമായിട്ടുള്ളത് അത് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും ഈ എഡിറ്റ് ഓപ്ഷനിലാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഉണ്ടല്ലോ, അത് വീഡിയോൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരും. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രീമിയർ പ്രോ അല്ലെങ്കിൽ മറ്റു സോഫ്റ്റ്വെയർസൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ സെറ്റപ്പിൽ ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് കൃത്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവരിൽ അതൊന്നും കൂടി ഈസിയാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഓഡിയോ എൻഹാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളുടെ ഓഡിയോ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിവിടെ ഓഡിയോ ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ എൻഹാൻസ് വോയിസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കുറേ ആവശ്യങ്ങൾ ഉണ്ടാവുക ടെക്സ്റ്റുകളാണ്. ടെക്സ്റ്റുകൾ നമ്മൾ നോർമൽ ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ആണോ വേണ്ടത് അത് ചൂസ് ചെയ്യുക. ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടെംപ്ലേറ്റ്സ് ഒരുപാട് അവൈലബിൾ ആയ പോലെ തന്നെ ടെക്സ്റ്റുകളുടെ ടെംപ്ലേറ്റ്സ് ഒരുപാട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ട ഒരു ടെംപ്ലേറ്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എടുക്കുക. ഇപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ടെംപ്ലേറ്റ്സ് വേണം. ഓക്കെ, ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിന് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കളർ ജസ്റ്റ് നമുക്കൊരു വൈറ്റിലേക്ക് മാറ്റാം. അപ്പോഴാണ് നമുക്കൊന്നുകൂടി കാണാം. ഓക്കെ, ഇനി ഞാനിതൊന്നുകൂടി വലുതാക്കിയ ശേഷം നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് വേണ്ട. ഓക്കെ, നമ്മളിതിനൊരു മോഷൻ കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ആനിമേറ്റിൽ വന്നിട്ട് ഒരു മോഷൻ കൊടുക്കുകയാണ്. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രീമിയർ പ്രോയിലാണെങ്കിലും ഫിലിമോറയിലാണെങ്കിലും അത്യാവശ്യം സമയമെടുത്ത് ചെയ്യേണ്ടതൊക്കെ ഒന്നുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പ്രീമിയർ പ്രോയിലൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് മാനുവലായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും, പക്ഷേ നമുക്ക് ഓട്ടോമാറ്റിക് അതായത് ഈസി ആയിട്ട് കിട്ടുന്ന ഓപ്ഷൻസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ പല മോഷൻസും നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ എലമെൻറ്റിൽ വന്നിട്ട് നമ്മൾക്കിപ്പോൾ റീലൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വീഡിയോസ് വേണ്ടി വരും, അതായത് കട്ട് ചെയ്ത് വെക്കാൻ. അപ്പോൾ അതിനൊക്കെ നമ്മൾക്ക് ഒരുപാട് വീഡിയോസും ഇവരിൽ ഡിഫോൾട്ടായിട്ടുണ്ടാകും. ഇപ്പോൾ നമുക്ക് ഡിസൈനിങ് വീഡിയോ വേണം. അപ്പോൾ ഡിസൈനിങ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഡിസൈനിങ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീഡിയോസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നമുക്ക് ഇവിടെ കിട്ടും. മനസ്സിലാവും? ഇത് നമ്മളിതിൻ്റെ മുകളിൽ കൊണ്ടുവന്നേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസിന് പുറത്ത് പോയിട്ട് ഗൂഗിളിലോ യൂട്യൂബിലോ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വന്നിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. വളരെ ഈസി ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ടെക്സ്റ്റുകൾ കിട്ടും, ഇമേജുകൾ കിട്ടും. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ വീഡിയോസൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എഫക്റ്റുകൾ വേണം, സൗണ്ട് എഫക്റ്റുകൾ വേണം. അപ്പോൾ അതും ഒരു പരിധി വരെ ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു കീബോർഡിൻ്റെ ശബ്ദം വേണം, കീബോർഡ് ടൈപ്പിംഗ് സൗണ്ട് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഇവിടെ നമ്മൾ വീഡിയോ വേണ്ട, കീബോർഡ് ടൈപ്പിംഗ് സൗണ്ട് സെർച്ച് ചെയ്ത് തന്നെ ഓഡിയോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം.
അതായത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പ്രീമിയർ പ്രോയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്, നമുക്ക് ഓരോന്നിനും നമ്മൾ വ്യത്യസ്ത തലങ്ങളിൽ പോയിട്ട് വ്യത്യസ്ത പ്ലേസുകളിൽ പോയിട്ട് ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊണ്ടുവരണം. ഇവിടെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒക്കെ നമുക്ക് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഇതിലേക്ക് തന്നെ ചിലപ്പോൾ നമുക്ക് മറ്റു എഫക്ട്സുകൾ ഉണ്ടാകും. ഇവരുടെ തന്നെ ക്യാൻവയുടെ ഒരു പ്രത്യേകതയാണ്, ഇവരുടെ തന്നെ എക്സ്ട്രാ നമുക്ക് മറ്റു ആപ്പുകളെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള എക്സ്ട്രാ വേറെ ആപ്പുകൾ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൂടി നമ്മളുടെ ക്യാൻവയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓഡിയോ വീഡിയോ ഒക്കെ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. ആ സെയിം ഫീച്ചേഴ്സ് ശരിക്കും ഇവിടെ അടിയിൽ താഴെ ഓഡിയോക്കായിട്ടൊരു സെക്ഷൻ ഉണ്ട്, വീഡിയോക്കായിട്ടൊരു സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ സെർച്ച് ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ, ഞാൻ പ്രീമിയർ പ്രോ ഉപയോഗിക്കുന്ന ആളായിരുന്നു, അതേപോലെ തന്നെ ഫിലിമോറി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫീച്ചേഴ്സ് കാണുമ്പോൾ ക്യാൻവയാണ് ഒന്നുകൂടി ഈസി ആയിട്ട്, അതായത് മറ്റേതെന്ന് വെച്ചാൽ ഒരു പരിധി വരെ ഡിസൈൻ അറിയുന്ന ആളുകൾക്കുള്ളൂ അല്ലെങ്കിൽ എഡിറ്റിംഗ് അറിയുന്ന ആളുകൾക്കുള്ളൂ ചെയ്യാൻ പറ്റുക. ഇതിൽ നമുക്ക് കുറേ ആളുകൾക്ക്, സാധാരണക്കാർക്ക്, അതായത് ഡിസൈനിങ് അറിയാത്ത ആളുകൾക്കൊക്കെ ഇതിൽ വന്നിട്ട് ചെയ്യാൻ പറ്റും. അത്രത്തോളം ഈസിയാണ്. ശേഷം ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം നമ്മൾ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസും ഓഡിയോസും എല്ലാതും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ ചില ഫീച്ചേഴ്സ്, അതായത് ടെംപ്ലേറ്റ്സുകൾ, വീഡിയോസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രീമിയം സബ്സ്ക്രിപ്ഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്റ്റുഡൻസ് ഓഫേഴ്സായിട്ട് 150 രൂപയ്ക്ക് 200 രൂപയ്ക്കൊക്കെ വിൽക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. അവരെ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വർഷത്തേക്കൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 150 രൂപയ്ക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തത് നഷ്ടമാവില്ല. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ അത് താഴെ പറയാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.